ധർമ്മസ്ഥലയിലെ കേസ് വലിയ ചർച്ചയായിരിക്കുകയാണ്. സമൂഹത്തെയും രാഷ്ട്രീയ രംഗത്തെയും ഈ വിഷയത്തിൽ പരാതി നൽകിയ ചിന്നയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പ്രധാന ചർച്ച. ചിന്നയുടെ മുൻ ഭാര്യ രത്നമ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ചിന്നയ്യ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ്. വിവാഹ ജീവിതത്തിനിടയിലും കോടതി വിചാരണകളിലും പലവട്ടം കള്ളം പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധതയില്ലാത്ത സ്വഭാവം തന്നെയാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്കും പിന്നിൽ. അവൾക്കനുസരിച്ച് ധർമ്മസ്ഥലയെ സംബന്ധിച്ച വിവാദം അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വാർത്ഥതയ്ക്കും സാമ്പത്തിക നേട്ടത്തിനുമുള്ള ശ്രമമാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇതിനകം കേസിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ചിന്നയെ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ തോതിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ചിലയിടങ്ങളിൽ മാത്രം മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിലും അവയുടെ കാലപരിധിയും സാഹചര്യങ്ങളും വ്യക്തമല്ല. ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ കേസ് സംബന്ധിച്ച പൊതുജനധാരണ മാറുകയാണ്. ചിലർ ചിന്നയ്യയുടെ വാദം വിശ്വസനീയമല്ല എന്ന് പറയുന്നു. മറുവശത്ത് കേസിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തുവാൻ അന്വേഷണ സംഘം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കണം എന്ന ആവശ്യവുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ചിലർ ഇതിനെ ധർമ്മസ്ഥലയുടെ വിശ്വാസ്യത തകർക്കുവാനുള്ള ശ്രമം എന്നാണ് കാണുന്നത്. അതേസമയം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ സർക്കാർ ബാധ്യത ഏറ്റെടുക്കണം എന്നും പൊതുജന അഭിപ്രായമുണ്ട്. ചിന്നയുടെ മുൻ ഭാര്യ ഉന്നയിച്ച ആരോപണം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായാണ് വിലയിരുത്തുന്നത്. പണത്തിനായി എന്തും ചെയ്യും എന്ന പ്രസ്താവന കേസിന്റെ ഗൗരവം കുറയ്ക്കുകയും അന്വേഷണത്തിന്റെ ദിശ മാറ്റുകയും ചെയ്യുന്നുണ്ട്.